പശ്ചിമേഷ്യൻ സമാധാന കരാറിനെ ചൊല്ലി പരസ്യമായിട്ട് കൊമ്പുകോർത്ത് അമേരിക്കയും ഇസ്രയേലും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുണ്ടാക്കിയ സമാധാന ഉടമ്പടി തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന നിലപാടിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുമ്പോൾ കരാർ അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് അമേരിക്ക നൽകുന്നത്. ലെബനനിലെ സൈനിക പിന്മാറ്റത്തെ ചൊല്ലി ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ നീങ്ങുന്നത്. സമാധാന കരാർ തകർക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഓരോ സൈനിക നീക്കങ്ങൾക്കും ചുട്ട മറുപടിയായിട്ട് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ടും അമേരിക്ക രംഗത്തെത്തുകയാണ്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകളെ പൂർണ്ണമായിട്ടും തകർക്കുമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് അമേരിക്ക ഇസ്രായേലിന് മേൽ നയതന്ത്ര സമ്മർദ്ദം ഘടിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചെന്ന് ഇരുവിഭാഗവും അവകാശപ്പെടുന്നുണ്ട് എങ്കിലും മേഖലയിൽ ഇപ്പോഴും കനത്ത ആശങ്ക തുടരുകയാണ്. നമുക്കറിയാം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള സൂചനകൾക്കിടയിലാണ് ലെബനൻ അതിർത്തിയിൽ നിന്നുള്ള പുതിയ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കടുത്ത ഏറ്റുമുട്ടൽ സ്വിറ്റ്സർലൻഡിൽ നടക്കേണ്ടിയിരുന്ന രണ്ടാം ഘട്ട ചർച്ചകളെ പോലും ബാധിച്ചിരുന്നു. തുടർന്ന് അമേരിക്കൻ ഭരണകൂടം നേരിട്ടിടപെട്ട് ഇരുഭാഗത്തിനും മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് താൽക്കാലികമായിട്ട് ഒരു വെടിനിർത്തലിലേക്ക് വഴിയൊരുങ്ങിയത്. ലെബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായിട്ട് ഇരുഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ യഥാർത്ഥ സാഹചര്യം ഇപ്പോഴും സങ്കീർണമാണ്. തെക്കൻ ലെബനനിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേൽ ഇതുവരെ പൂർണ്ണമായിട്ട് തയ്യാറായിട്ടില്ല. ഇസ്രയേലിന്റെ ഈ ഒരു കടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഇറാൻ ചർച്ചകളിൽ നിന്ന് താൽക്കാലികമായിട്ട് പിന്മാറാൻ ഒരുങ്ങിയ പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ കർശനമായിട്ട് പാലിക്കാൻ അമേരിക്ക ഇസ്രയേലിന് സമ്മർദ്ദം ശക്തമാക്കിയത്. ഏതായാലും ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സ്വിറ്റ്സർലൻഡിൽ പുനരാരംഭിച്ച US ഇറാൻ ആണവ ചർച്ചകളുടെ ഭാവി. ജൂൺ 17 ഒപ്പുവെച്ച 14 താൽക്കാലിക കരാറിന്മേൽ ഒരു സ്ഥിരമായിട്ടുള്ള ഉടമ്പടിയിലെത്താൻ ഇരു രാജ്യങ്ങൾക്കും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. ലെബനൻ അതിർത്തിയിൽ വീണ്ടും ഒരു റോക്കറ്റ് ആക്രമണമോ വ്യോമാക്രമണമോ ഉണ്ടായാൽ അത് ഈ ഒരു സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും തകർക്കുമെന്നതിൽ അതീവ ജാഗ്രതയിലാണ് ഈ നയതന്ത്രജ്ഞർ ഉള്ളത്. പശ്ചിമേഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഈ വെടിനിർത്തൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കുകയല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ മറ്റു വഴികളില്ല. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനും ആഗോള എണ്ണ വില നിയന്ത്രിക്കാനും ഈ ഒരു സമാധാനം അത്യാവശ്യമാണ്. ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ അതോ ലെബനൻ അതിർത്തിയിലെ കരിനിഴൽ സമാധാന കരാറിനെ വിഴുങ്ങുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ വ്യക്തമാവുക. പശ്ചിമേഷ്യ ഒന്നടങ്കം വിഴുങ്ങുമായിരുന്ന ഈ ഒരു യുദ്ധഭീതിക്ക് താൽക്കാലിക ശമനം ഉണ്ടെങ്കിൽ പോലും അതീവ ജാഗ്രതയിലാണുള്ളത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അതിനിർണായകമായിട്ടുള്ള രണ്ടാം ഘട്ട ചർച്ച അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ ബർഗൻ സ്റ്റോക്കിൽ ഔദ്യോഗികമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിവരയ്ക്കാവുന്ന ഈ ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ വീണ്ടും വേദി ഒരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടുത്ത അനിശ്ചിതത്വത്തിലായിരുന്നു US ഇറാൻ സമാധാന ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ പുതിയ ജീവൻ വെച്ചിരിക്കുന്നത്. ലെബനനിലെ പെട്ടെന്നുണ്ടായ യുദ്ധ സാഹചര്യങ്ങൾ കാരണം തടസ്സപ്പെട്ടു പോയേക്കാമായിരുന്ന സമാധാന പ്രക്രിയ അന്താരാഷ്ട്ര നയതന്ത്ര ഇടപെടലുകളിലൂടെ വീണ്ടെടുക്കുകയായിരുന്നു. ജൂൺ 17 അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായിട്ടുള്ള 14 താൽക്കാലിക സമാധാന കരാറിനെ ഒരു സ്ഥിരമായിട്ടുള്ള പ്രാദേശിക ഉടമ്പടിയാക്കി മാറ്റുകയാണ്. ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അതീവ പ്രാധാന്യത്തോടെയുള്ള ഉന്നതതല സംഘമാണ് ചർച്ചകൾക്കായിട്ട് സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മുതിർന്ന ഉപദേശകനുമായിട്ടുള്ള ജെറഡ് കുഷ്നറും അടങ്ങുന്ന സംഘമാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാട്സും നയതന്ത്ര ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിൽ പങ്കുചേരാൻ സ്വിറ്റ്സർലൻഡിലേക്ക് തിരിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് നൽകുന്ന സൂചന. അമേരിക്കൻ നീക്കങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിച്ചുകൊണ്ട് കടുത്ത നിബന്ധനകളോടെയാണ് ഇറാന്റെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങൾ അനുവദിക്കില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ഈ 60 ദിവസത്തെ കൃത്യമായിട്ടുള്ള സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ആണവ കരാറിൽ എത്തിച്ചേരേണ്ടതുണ്ട്. ഇറാന്റെ കൈവശമുള്ള യുറേനിയ ശേഖരം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക, ആണവായുധ നിർമ്മാണം തടയുക എന്നിവയാണ്
അമേരിക്കയുടെ പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. പകരമായിട്ട് ആഗോള എണ്ണ വിപണിയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ട് തുറന്നുകൊടുക്കാനും ഇറാന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നാവിക ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കാനും താൽക്കാലിക ധാരണയിലുണ്ട്. ഇസ്രയേലിന്റെ നിലപാടുകളും വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങളും ഈ ഒരു ചർച്ചകളുടെ വിജയത്തെ സ്വാധീനിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വിറ്റ്സർലൻഡിലെ സാങ്കേതിക തല ചർച്ചകൾ വിജയിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോള ഇന്ധന വിപണിയിലും വലിയൊരു സാമ്പത്തിക ആശ്വാസത്തിന് വഴി തുറക്കും. അതേസമയം തന്നെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ആഗോള സാമ്പത്തിക രംഗം ഏറ്റവും ഉറ്റുനോക്കുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പഴയപടിയാകുമോ എന്നതിലേക്കാണ്. കാരണം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന ഈ ഒരു നിർണായക പാതയിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് നിലനിന്നിരുന്ന നാവിക ഉപരോധങ്ങളും യുദ്ധഭീതിയും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എങ്കിലും സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച പുതിയ US-ഇറാൻ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇവിടുത്തെ നിയന്ത്രണങ്ങൾ നീങ്ങി ഗതാഗതം പൂർണ്ണ തോതിൽ പുനരാരംഭിക്കുമെന്നാണ് അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച 14 താൽക്കാലിക കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങളുടെ കടൽ അതിർത്തികളിലൂടെയുള്ള അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളുടെ യാത്ര തടസ്സപ്പെടുത്തില്ല എന്ന് ഇറാൻ തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന US നാവികസേനയുടെ കടുത്ത ഉപരോധങ്ങളിൽ ഇളവ് വരുത്തണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. സ്വിറ്റ്സർലൻഡ് ചർച്ചകളിൽ ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ ധാരണയിലെത്തിയാൽ മാത്രമേ കപ്പലുകൾക്ക് ഭയമില്ലാതെ ഈ ഒരു പാതയിലൂടെ യാത്ര ചെയ്യാനാകൂ. ഹോർമുസ് കടലിടുക്ക് പഴയപടിയാകുന്നത് ആഗോള ഇന്ധന വിപണിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. യുദ്ധ സാഹചര്യം കാരണം കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില, സ്വിറ്റ്സർലൻഡ് ചർച്ചകളുടെയും ലബനനിലെ വെടിനിർത്തലിന്റെയും വാർത്തകൾ പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണിയിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുകയും ഹോർമുസ് പാത വീണ്ടും അടയ്ക്കുകയും ചെയ്താൽ ആഗോളതലത്തിൽ കടുത്ത ഇന്ധനക്ഷാമത്തിനും വിലക്കയറ്റത്തിനും അത് കാരണമാകുമെന്നതിനാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഒരു സാധാരണ നിലയിലാകുന്നത് സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ആ ഒരു ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത 60 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങളും ഒരു സ്ഥിരമായിട്ടുള്ള ആണവ സുരക്ഷാ കരാറിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ കടലിടുക്കിലെ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം കുറയുകയും ആഗോള വ്യാപാരം സുരക്ഷിതമാവുകയും ചെയ്യും. ഈ നയതന്ത്ര ചർച്ചകളിൽ ഉണ്ടാകുന്ന ഓരോ പുരോഗതിയും ഹോർമുസിലെ സമാധാന അന്തരീക്ഷത്തെ നേരിട്ട് സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. എന്തായാലും ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആരംഭിച്ച ചർച്ചകളിൽ സമാധാനം കൊണ്ടുവരാനാണ് ലോകരാജ്യങ്ങൾ ശ്രമിക്കുന്നത്. അവർ ആ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ താൽക്കാലികമായിട്ട് വെടിനിർത്തൽ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ 60 ദിവസത്തുള്ള കരാർ ഈ ഒരു ഇറാനും അമേരിക്കയും വെക്കുമ്പോൾ ഇസ്രയേൽ എന്ത് നടപടിയായിരിക്കും, അല്ലെങ്കിൽ ഇസ്രയേൽ എങ്ങനെയായിരിക്കും ഈ ഒരു കരാറിനെ നോക്കിക്കണ്ട് ആക്രമണം നടത്തുക എന്ന അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും നിലവിൽ ചർച്ചകൾ നടക്കുകയാണ്. ആ ഒരു ചർച്ചയിൽ വലിയ വിജയം കാണുമെന്നാണ് മിഡിൽ ഈസ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഹോർമുസ് തുറന്നെങ്കിൽ മാത്രമേ ഇന്ധനമൊക്കെ കിട്ടൂ, അല്ലെങ്കിൽ എണ്ണയൊക്കെ കിട്ടൂ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് എന്നതാണ്.